ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു ഗാഡ്ജറ്റ് സീരീസ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ആയിട്ട് എടുത്തിട്ടുള്ള ഗാഡ്ജറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ്. ഇന്ന് കയ്യിലുള്ളത് ആറ്റംബർഗിൻ്റെ 550 വാട്ട്സ് പവറുള്ള ഒരു മിക്സർ ഗ്രൈൻഡറാണെന്ന് എൻ്റെ ഉള്ളത്. എന്തായാലും നമുക്ക് ഇന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പാക്കേജിംഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മുടെ മിക്സർ ഗ്രൈൻഡറും അതുപോലെ തന്നെ അതിൻ്റെ ജാറുകളും എല്ലാം ഉൾപ്പെടുന്ന ഒരു പാക്കേജിംഗ് ആണ് നമ്മുടെ ഇവിടെ വന്നിട്ടുള്ളത്. നമുക്കപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് നോക്കാം എന്തൊക്കെ സാധനങ്ങൾ ഇതിനകത്ത് ഉണ്ടെന്ന് നോക്കാം. മൊത്തത്തിൽ ഇതിനകത്ത് 4 ജാറുകൾ വരുന്നുണ്ട്. അതിൽ ആദ്യത്തെ ജാർ എന്ന് പറയുന്നത് ഇതാണ്. ഇത് കേട്ടോ, ഇതൊരു ചോപ്പർ ജാറാണ്. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ ഈസി ആയിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ചോപ്പർ ജാറ് ഇതിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഇവിടെ ഉള്ളത് കുറേ ജാറുകളുടെ ലിഡ്സ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിതിനകത്ത് 4ഓളം ജാറുകൾ കിട്ടുന്നുണ്ട്. ആ ജാറുകളുടെ ലിഡ്സ് എല്ലാം ഇവിടെ ഈ ഒരു തെർമോക്കോളിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കി ഇനി ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് മൊത്തം ജാറുകളാണ് കേട്ടോ. അപ്പോൾ പല തരത്തിൽ പല രീതിക്കുള്ള ജാറുകൾ കൊടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്കിവിടെ ഒരു ജാർ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 500 ml ഒരു ചട്നി ജാറാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിനകത്ത് നമുക്ക് ചട്നിയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു 500 ml കപ്പാസിറ്റിയിലുള്ള ഒരു ജാറാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് നമുക്ക് മറ്റൊരു ജാറുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ലിറ്റർ ഡ്രൈ ഗ്രൈൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു ജാറാണ്. ഇതിനകത്ത് നമുക്ക് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഗ്രൈൻഡിങ് ജാർ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് ഇവിടെയായിട്ട് കൊടുത്തിട്ടുള്ളത് ഒരു 1.5 ലിറ്ററിൻ്റെ ലിക്വിഡൈസിങ് ജാറാണ്. ഇതിനകത്ത് നമുക്ക് ജ്യൂസ് അതുപോലെ ലിക്വിഡൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനുള്ളൊരു 1.5 ലിറ്റർ വലിയ കപ്പാസിറ്റിയിലുള്ള ഒരു ജാർ ഇവിടെയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മളുടെ മോട്ടർ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു റെഡ് വൈൻ കളറിലുള്ളൊരു മോട്ടർ യൂണിറ്റ് ഇവിടെയായിട്ട് കാണാൻ പറ്റും. ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 കളറുകളിൽ അവൈലബിൾ ആണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഒരു റെഡ് വൈൻ കളറാണ്. ഇനി വേറൊരു ബ്ലാക്ക് കളറുണ്ട്, ഒരു സോളിഡ് ബ്ലാക്ക് കളറിൽ നിങ്ങൾക്ക് അങ്ങനെയും ഈ ഒരു മിക്സർ ഗ്രൈൻഡർ അവൈലബിൾ ആണ്. തറയിലേക്ക് വെച്ചപ്പം ഇതുണ്ടോ ഇവിടെ പിടിച്ചിരിക്കുന്നുണ്ടോ. കാര്യം ഇതിൻ്റെ അടിയിലായിട്ട് സക്കിംഗ് ബുഷസ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഏതെങ്കിലും സർഫസിൽ വയ്ക്കുന്ന സമയത്ത് അവിടെ ഇതിങ്ങനെ പിടിച്ചിരുന്നോളും. അതിനനുസരിച്ച് നമുക്ക് ജാറൊക്കെ വെച്ച് കഴിഞ്ഞാലും പെട്ടെന്നൊക്കെ മോട്ടറിൻ്റെ യൂണിറ്റ് അനങ്ങാതെ തന്നെ നമുക്ക് ഊരിയെടുക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ നോർമൽ മിക്സർ ഗ്രൈൻഡറുകളിൽ കാണുന്ന ഒരു സാധനം നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമലി ഉള്ള മിക്സർ ഗ്രൈൻഡറുകളിൽ ഇവിടെയൊക്കെ ആയിട്ട് ഒരു എയർ വെൻറ്റ് പോലുള്ളൊരു സംഭവം കൊടുത്തിട്ടുണ്ടായിരിക്കും. അതായത് ഒരു ഹോൾ ഇട്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും നീളത്തിന്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും പുറമേയൊക്കെ ആയിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുന്നതിനൊക്കെ വളരെയധികം ഈസിയാണ്. ആ ഒരു വെട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്തേക്ക് അഴുക്കൊക്കെ ഇറങ്ങിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ആ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഇതിനകത്തില്ല എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് എല്ലാം സീംലെസ് ആയിട്ടുള്ളൊരു ബോഡിയാണ് ഇതിനകത്ത് വരുന്നത്. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മോട്ടർ യൂണിറ്റിലായിട്ട് ആറ്റംബർഗിൻ്റെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് നമ്മുടെ കൺട്രോളിങ്, അതായത് നമുക്ക് എത്ര സ്പീഡിൽ കൺട്രോൾ ചെയ്യാമെന്നുള്ള കൺട്രോളിങ് നോബ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് സ്പെഷ്യലായിട്ട് നിങ്ങളൊരു കാണുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കോഴ്സ് മോഡ് ഉണ്ടെന്നുള്ളതാണ്. കോഴ്സ് മോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന തരത്തിൽ, അതായത് ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ബ്ലെൻഡിങ് ആണത്. ആ ഒരു ബ്ലെൻഡിങ്ങിൽ ഇടുന്ന സമയത്ത് നമുക്ക് ആ ഒരു ടെക്സ്ചറും അതുപോലെ തന്നെ അതിൻ്റെ കൺസിസ്റ്റൻസിയും ഒരു ഓൾ ടുഗദർ ഒരു ടേസ്റ്റിൻ്റെ ഒരു എൻഹാൻസ്മെൻറ്റും ആ ഒരു മോഡിലിട്ട് കഴിഞ്ഞാൽ കിട്ടുമെന്നുള്ളതാണ്. സോ ഒരു പെർഫെക്റ്റ് ബാലൻസ് ആറ്റംബർഗ് കൊണ്ടുവന്നിട്ടാണ് ആ ഒരു കോഴ്സ് മോഡ് എന്ന് പറയുന്ന ഒരു മോഡ് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്യാനും ഈസിയാണ്. അപ്പോൾ അങ്ങനത്തെ പല സംഭവങ്ങൾ ഈ ഒരു നോബിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നോർമലി നമ്മളൊരു മിക്സർ ഗ്രൈൻഡർ ഇതുപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ നോബ് തിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇത് റൊട്ടേറ്റ് ആവാൻ തുടങ്ങും അല്ലേ. പക്ഷേ ഇതിനകത്ത് ഞാനിപ്പോൾ നോബ് എങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാലും ഇത് കണക്റ്റഡ് ആണെങ്കിൽ കൂടിയും കറങ്ങില്ല എന്നുള്ളതാണ്. അതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സേഫ്റ്റി ഫീച്ചറായിട്ട് ഈ ഒരു ആറ്റംബർഗിൻ്റെ സെനോവയുടെ ഈ ഒരു മോഡൽ കൊടുത്തിട്ടുള്ളതാണ്. ഇവിടെ ആയിട്ടൊരു റെഡ് ഇൻഡിക്കേഷൻ കത്തി കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഈ നോബിൻ്റെ സൈഡിലായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ഇനി വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. നോർമലി പല ആളുകളും ചെയ്യുന്നൊരു കാര്യമാണ് ഇത് ലോക്ക് ചെയ്യാൻ മറന്നു പോകുന്നുള്ളത്. ലോക്ക് ചെയ്യില്ലെങ്കിൽ പറ്റുന്ന പ്രശ്നങ്ങൾ അറിയാമല്ലോ. ഇത് ടിപ്പ് ഓവറായി കറി അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ എന്താണ് വെച്ചിരിക്കുന്നത് എല്ലാം തറയിൽ പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ച് കാണിച്ചു തരാം. ഞാനിവിടെ ആയിട്ട് ലോക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതിനകത്ത് വച്ചിട്ടേ ഉള്ളൂ. ഇനി ഞാൻ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ സാധനം കറങ്ങില്ല. കാരണം ഇതിനകത്തുള്ളൊരു സേഫ്റ്റി മെഷറാണ്. ഞാൻ ഇതേ സമയം ഇതിനെ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബീപ്പ് സൗണ്ട് ഇപ്പോൾ കേട്ട് നിങ്ങൾ ചിലപ്പോൾ കിട്ടിക്കാണും മൈക്കിൽ. അപ്പോൾ അത് ഓക്കെ ആണെങ്കിൽ ഇനി ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഇൻഡിക്കേഷൻ ഇവിടെയായിട്ട് പോയിട്ടുണ്ട്. ഇനി ഞാൻ നോബ് തിരിക്കുകയാണെങ്കിൽ ഇത് റൊട്ടേറ്റ് ആവും. അത് സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാനും പറ്റും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സേഫ്റ്റി ഫീച്ചർ എന്ന് പറയുന്നത്. അത് വളരെയധികം യൂസ്ഫുള്ളാണ്. എസ്പെഷ്യലി കുറച്ച് മറവി രോഗമുള്ളവർക്കൊക്കെ നല്ലൊരു സേഫ്റ്റി ഫീച്ചറാണ്. അടിപൊളിയായിട്ടുണ്ട്. ഈ ജാറിൽ തന്നെ കൊടുത്തിട്ടുള്ളൊരു മറ്റൊരു സംഭവം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ജാറിൻ്റെ ലിഡാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഒരു ലിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലിഡിൽ കൊടുത്തിരിക്കുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിളിക്കുന്നത് ആൻറ്റി ഗ്രാവിറ്റി ലിഡ്സ് എന്നാണ്. അതായത് ഈ ലിഡ്സ് നമ്മളിവിടെ വച്ചതിന് ശേഷം ഇതിൻ്റെ ലോക്കിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്
ഇങ്ങനെയാണ് കേട്ടോ. ഇത് പെട്ടെന്നൊന്നും ഊരി പോകുന്ന തരത്തിലല്ല. കാര്യം ഇത് വൺസ് നമ്മൾ ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ഇരുന്നോളും. ഇത് നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിനി തുറക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് പുഷ് ചെയ്താൽ മതി, അപ്പോഴത്തേക്കും തുറക്കും. പക്ഷേ വളരെയധികം സ്ട്രോങ്ങുമാണ്. നമ്മൾ ഒരുപാടധികം കിടന്ന് പിടിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. നോർമലി മറ്റേ ജാറൊക്കെ ഇങ്ങനെ ഇറുകിയായിരിക്കും ഇരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോക്കിംഗ് മെക്കാനിസത്തിൽ നന്നായിട്ടിരുന്നോളും. അപ്പോൾ അതും അടിപൊളിയാണ്. ആദ്യം തന്നെ നമുക്ക് ഇവിടെ ആയിട്ട് നമ്മളുടെ ചോപ്പർ ജാർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചോപ്പർ ജാറിൽ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് ഈസി ആയിട്ട് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ചോപ്പർ ജാറ് വളരെയധികം യൂസ്ഫുൾ ആണ്. നമുക്ക് പെട്ടെന്നൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, വെജിറ്റബിൾസൊക്കെ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചോപ്പർ ജാർസ് വരുന്നതെന്ന് പറഞ്ഞാൽ 4 ബ്ലേഡ്സ് ആണ് ഇതിനകത്ത് വരുന്നത്. എല്ലാം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു ലോക്കിംഗ് മെക്കാനിസം എന്ന് പറയുന്നത് സ്ലൈഡാണ് കേട്ടോ. നമ്മൾ എടുത്ത് വച്ചതിന് ശേഷം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് സ്ലൈഡ് ചെയ്താണ് ലോക്ക് വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ ചട്നി ജാറാണ്. ഇതിനകത്തേക്ക് സ്പൈസ് ഒക്കെ ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതിനകത്തുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബ്ലേഡ്സ് ഇതിൻ്റെ ബോട്ടത്തിലേക്ക് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കുറച്ചുകൂടെ. അപ്പോൾ നമുക്ക് എത്ര കുറച്ച് ക്വാണ്ടിറ്റി ഇട്ട് കഴിഞ്ഞാലും നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. നോർമലി നമ്മുടെ വീടാവശ്യത്തിന് നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി പൊടിച്ചെടുക്കുക, അപ്പോഴത്തെ ആവശ്യത്തിന് അപ്പോഴത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റി പൊടിച്ചെടുക്കാം. ആ ഒരു അവസരത്തിലും നിങ്ങൾക്ക് ഈ ഒരു സംഭവം യൂസ്ഫുൾ ആവുന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ കണക്കാക്കിയിട്ടാണ് ഈ ഒരു ജാറുള്ളത്. ഇത് നമുക്ക് ഈ ഒരു ചട്നി ജാറിൽ ലോക്കും വരുന്നത് ആ ഒരു ആൻറ്റി ഗ്രാവിറ്റി ലോക്സ് തന്നെയാണ് വരുന്നത്. അതും ഈസി ടു യൂസ് ആണ്. അടുത്തതായിട്ട് കൊടുത്തിട്ടുള്ളത് 1 ലിറ്ററിൻ്റെ ഡ്രൈ ഗ്രൈൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനകത്തുള്ള ബ്ലേഡിൻ്റെ മെക്കാനിസവും അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഈവൻ ലോ ക്വാണ്ടിറ്റി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ ലിഡ്സും അതുപോലെ തന്നെയാണ് ആൻറ്റി ഗ്രാവിറ്റി ലിഡ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് 1.5 ലിറ്ററിൻ്റെ ലിക്വിഡൈസിങ് ജാറുണ്ട്. ഇതിനകത്ത് നിങ്ങൾക്ക് നല്ല ക്വാണ്ടിറ്റിയിൽ, അതായത് 1.5 ലിറ്റർ കപ്പാസിറ്റിയാണ്. അപ്പോൾ ഒരുവിധപ്പെട്ട വലിയ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ ഒരു വലിയ ജാറിൽ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ആ ഒരു ആൻറ്റി ഗ്രാവിറ്റി ലോക്സാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു മിക്സർ ഗ്രൈൻഡറിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു മിക്സർ ഗ്രൈൻഡർ എന്ന് പറയുന്നത് വൺ ഓഫ് എ കൈൻഡ് ആണ് കേട്ടോ. ലൈക്ക് ഒരു സ്റ്റൈലിഷ് കോമ്പാക്ട് സാധനമാണ്. ഈ ഒരു സാധനം നിങ്ങൾക്ക് നോക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും. ഇതിൻ്റെ ഒരു മോട്ടർ എന്ന് പറയുന്നത് കോമ്പാക്റ്റ് ആണ്. ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാം, എവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാൻ പറ്റും. അടിയിൽ വരുന്ന ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കരമാണ് കേട്ടോ. ഞാനിവിടെ ഈ ഒരു സാധനം വച്ചിട്ട് ഞാൻ ഓരോ തവണയും ഇത് ഇളക്കി എടുക്കാൻ പെടുന്ന പാട് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ കോമ്പാക്റ്റാണ്. ഇതൊരു കിച്ചണിലൊക്കെ വയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാടധികം സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. എന്തുകൊണ്ടും വളരെയധികം റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റുമായിട്ട് വരുന്നവരെ ബൈ ഗൈസ്.